everyone, welcome to our YouTube channel. Actually, ഞങ്ങൾ ഇന്ന് ഹൈഡാപ്പിയുടെ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എനിക്ക് നെറ്റിയിലൊക്കെ കുരുപ്പോൾ നല്ല വേദന. ഞാനേട്ടോ ഹെലമോള് റെഡി ആയിട്ട് ഇതെൻ്റെ തൊപ്പിയൊക്കെ ആയിട്ട് പോകുന്നുണ്ടോ. ഞാൻ 3 പേര് ഒരുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ ഇടിച്ചേക്കുന്നത്. വേണ്ടേ ക്യാപ്പൊക്കെ പിടിച്ച് പോകണം. ഇനി പോകുന്നിടത്ത് വെയിലാണെങ്കിലും വിചാരിച്ചിട്ട് എടുത്താണ് കേട്ടോ ക്യാപ്പ്. അങ്ങനെ ഹേബലുകുട്ടനും ഹൈഡാപ്പി ഇച്ചുമൊക്കെ വണ്ടിക്കകത്ത് കയറി റെഡി ആയിരിക്കുവാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതുണ്ട് സെറ്റായി. ഇതുണ്ടേ ഹൈഡാപ്പി, ഹെലമോൾ, ഇച്ചു വണ്ടി ഓടിക്കുന്നു. ഹേബലുകുട്ടനെ നമ്മൾ പുറകെ സെറ്റാക്കി കേട്ടോ. കുറച്ച് സമയത്തേക്ക് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ വിചാരിച്ചു പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന്. 11 മണിയായി ഇവിടെ. എല്ലാവരും എഴുന്നേറ്റ് അത് ലേറ്റായി പോയി. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം കേട്ടോ. ആക്ച്വലി ഞങ്ങളിപ്പോൾ ഇതേണ്ടേ മസാഫിൽ വന്നിരിക്കുകയാണ് കേട്ടോ. വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് ഈ ഒച്ച കേൾക്കുന്നത്. ഇവിടെ ഞങ്ങളൊരു ഫാം തപ്പി വന്നതാണ്. പക്ഷെ ഫാം കിട്ടിയില്ല. മീൻസ് ഫാം കണ്ടു, പക്ഷേ അവിടെ എന്താണ് പറയുന്നത്, ഫാം ക്ലോസ്ഡ് ആണ്. അപ്പം അവിടെ കുറേ പൂക്കളും ചെടികളും കായ്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ഒരു അടിപൊളി മരം ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു മരം. ഇതിലിങ്ങനെ കിളിക്കൂടൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കിളിക്കൂട് ഉണ്ടോ? ഉണ്ടോ? കിളിക്കൂടാണിത്. ഉണ്ടോ? കുറേ കിളിക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ ചെടി ഇങ്ങനെ മരം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് വണ്ടി നിർത്തി ഒന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഹൈഡാപ്പിയുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോസാണ് എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് 1-2 ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാം. നല്ല ചൂടാണ്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. അത് കാരണം ഞങ്ങൾ വണ്ടിയിൽ കയറുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇവിടെ ഒരു ഗാർഡൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടെ ഒരു മ്യൂസിയത്തിലെത്തി. മസാഫയിലൊരു മ്യൂസിയത്തിലെത്തി. അടിപൊളിയായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ അതിന് മുന്നേ കുറേ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്താണ്. ഹെയറിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയപ്പോൾ എടുത്താണ്. നല്ല രസമായിരുന്നു കേട്ടോ. അടിപൊളി ആംബിയൻസ് ആയിരുന്നു. നമ്മൾ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എല്ലാവരും നട കയറി പോകുന്നതാണ് കേട്ടോ കാണുന്നത്. ഞങ്ങളെല്ലാവരും നട കയറിപ്പോൾ ഇവിടെയൊക്കെ ഇരുത്തി നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ എൻ്റെ നഷ്ടപ്പെട്ടു പോയ വീഡിയോ അടിപൊളിയായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ഇനി ഒരു പ്രാവശ്യം ഞാൻ പോകുമ്പോഴത്തേക്കും ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കാം. ഇവിടെ ചെന്നപ്പോൾ നമ്മൾ ഒറിജിനലായിട്ടുള്ള അനാറിൻ്റെ വലിയ ട്രീയും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ പിള്ളേർ ഇതേണ്ട ഫുൾ എൻജോയ് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത്. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെടിയൊക്കെ ഉണ്ട്. ഇതേണ്ട കണ്ടോ, ഇവിടെ എല്ലാവരും ഇങ്ങനെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. നമുക്കിവിടെ ഒന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ഇതൊരു ടെൻറ്റ് ടൈപ്പാണ്. നമ്മൾ എവിടെ നിന്നാണോ വണ്ടിയിൽ ഇറങ്ങിയത് അവിടെ തന്നെയാണ് തിരിച്ച് നമ്മൾ ലാൻഡ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് മ്യൂസിയമാണ്. ഇതാ അടുത്തൊരു മ്യൂസിയം ഏരിയ. പണ്ട് ഇവർ ഉപയോഗിച്ചിരുന്ന കാസറ്റ്സ്, ഡ്രസ്സുകൾ, ഓർണമെൻറ്റ്സ്. ഇതൊരു പള്ളിയുടെ മോഡലാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്.
വരുമ്പം തന്നെ ഇതാ ഒരു ഡ്രസ്സിങ് ടേബിളുണ്ട്, ഒരു TV ഉണ്ട്, ഇതാ അതിനകത്ത് ഇവിടെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഓഫ് ദാറ്റ് വി ഹാവ് എ വെരി ഗുഡ് എന്താ പറയുന്നത്, കട്ടിലുണ്ട്. നമുക്ക് അടിപൊളി കട്ടിലിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതുണ്ട്. നമുക്ക് സൈഡിലൊരു വാർഡ്രോബ്, നല്ല അടിപൊളി ഒരു കട്ടിലെ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലും ഓരോ കബോർഡ് തന്നിട്ടുണ്ട്. പിന്നെ വൈഫൈ ഓൾറെഡി അറ്റാച്ച്ഡ് ആണ്. സോ AC ഉണ്ട്. നല്ല വെൽ ഫർണിഷ്ഡ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. വെരി സിമ്പിൾ ആൻഡ് ക്യൂട്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ ഒരു ഭയങ്കര ചൂടൊക്കെ കഴിയുമ്പം വി ആർ പ്ലാനിങ് ടു കം ഹിയർ ഫോർ 1 day or 2 day. ഇത് ആക്ച്വലി ഹെലൻ എടുത്തിട്ട് വന്ന ടോയാണ് കേട്ടോ. സോ ഇപ്പോൾ അവൾ എന്നെ ഏൽപ്പിച്ചു. അവൾ വെള്ളമോ കാര്യങ്ങളൊക്കെ അവളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അമ്മ ഇത് പിടിക്കുമോ എന്ന് ചോദിച്ചു. സോ പാവൻ്റെ കയ്യിലായി. അടിപൊളി റൂം, ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് റൂം. ഇതാ നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ ഇവിടെ വെക്കാം. നമുക്ക് ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് ബാർബിക്യും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് വി ഹാവ് എ വെരി ഗുഡ് വാഷ്റൂം ഓവർ ഹിയർ. അങ്ങനെ വാഷ് ബേസിനും എന്താ പറയുന്നത്, നമുക്ക് കുളിക്കാനുള്ള ഏരിയയും ടോയ്ലറ്റും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി വാഷ്റൂം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ ഈ റൂമിൽ നിന്ന് ഇറങ്ങി. ഇവിടേക്ക് വരുമ്പോൾ കണ്ടോ അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് വ്യൂ. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തുനിന്ന് താഴേക്കുള്ള വ്യൂ ആയി കാണുന്നത്. കുറേ ചെടികളും കാര്യങ്ങളും മൃഗങ്ങളും എന്താ പറയുന്നത്, ഈന്തപ്പനങ്ങളും പഴങ്ങളും, അങ്ങനെ അടിപൊളി. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ നമുക്ക് ഇതാ നമ്മൾ താമസിക്കുന്ന റൂമിനോട് തൊട്ടടുത്തുള്ള ബാർബിക്യൂ ഏരിയകളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ ഇത് ഭയങ്കര രസമാണ് കേട്ടോ. ഇതാ താഴെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് എന്താ പറയുന്നത്, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ. നമ്മളവിടെ എന്താ പറയുന്നത്, ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അടിപൊളിയാണ് കേട്ടോ. ഇതാണ്ടേ ചെറിയ കുഞ്ഞ് ലൈറ്റുകളും കാര്യങ്ങളും. രാത്രിയൊക്കെ ആകുമ്പോൾ അടിപൊളി സെറ്റപ്പായിരിക്കും കേട്ടോ. കാരണം ടീച്ചർ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയ TV ഉണ്ട്. എല്ലാവർക്കും കൂടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാം, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. സോ ദിസ് ഇസ് ഇറ്റ്. സോ ഇവിടെ ഉണ്ട് കേട്ടോ 2-3 ലൈറ്റുകൾ. വന്നപ്പോൾ തന്നെ ഈ ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ നമുക്ക് നോക്കണം. ഇവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പിള്ളേരെ കൊണ്ടൊക്കെ വരികയാണെങ്കിൽ അവർ ശരിക്കും എൻജോയ് ചെയ്യും. ഹെലമോളാണെങ്കിൽ അവിടെ ഒരു പൂച്ചേനെ നോക്കുകയാണ് കേട്ടോ. ഒരു പൂച്ച വന്നിട്ട് ഇങ്ങനെ ഹായ് ഹായ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. നമ്മൾ എവിടെ പോയാലും സ്വിമ്മിംഗ് പൂൾ അങ്ങനെ അവൈലബിൾ ആണ്. ഇവിടെ 24 hours എന്താ പറയുന്നത് സ്വിമ്മിംഗ് പൂൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞത്. അപ്പം നമുക്കതിനകത്ത് വെള്ളം കാര്യങ്ങളൊന്നുമില്ല. വെള്ളമൊക്കെ ആക്കി തരും എന്നാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. നല്ല രസമായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇത് വേണ്ട തിരിച്ചോടുന്നു പിള്ളേരെല്ലാവരും. നമ്മൾ ഓടിപ്പോയി വണ്ടിയിൽ കയറാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ നിന്നപ്പോൾ ഇച്ചിരി ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ വിചാരിച്ചു പോയി വണ്ടിയിൽ കയറാം. ഹെലൻ കാം. ഇത് വേറൊരു റൂമാണ്. ഇതിനകത്ത് ഇൻക്ലൂഡിങ് കിച്ചണാണ് കേട്ടോ. ഇവിടെ എല്ലാം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഹെല തെന്നി വീട്ടിലോട്ട് വെള്ളമുണ്ട്. ഇതിനടുത്ത അടിപൊളി റൂമാണ് കേട്ടോ. ഇതൊരു അടിപൊളി റൂം. അതുപോലെ തന്നെ വാർഡ്രോബ് കാര്യങ്ങൾ. ചെറുതാണെങ്കിൽ ഒരു കിച്ചൺ ഉണ്ട്. ചെറുതല്ല കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ, ഫ്രിഡ്ജ് കാര്യങ്ങൾ. നമുക്ക് ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഒരു വലിയൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. അടിപൊളി ഒരു വാഷ്റൂം, കബേർഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇതാ TV ഉണ്ട്. നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ വെക്കാൻ വേണ്ടി സെയിം ഇവിടെ ഉണ്ട് കേട്ടോ വൈഫൈ. ഇത് വേറൊരു റൂമാണ്. ഈ റൂം എനിക്ക് കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അടിപൊളി കട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാ ഹെലമോളോട് പോയി ഫോട്ടോ എടുക്കണം പറഞ്ഞു. ഞാൻ ഹൈഡാപ്പിക്ക് സ്കൂളിലേക്കുള്ള ആവശ്യത്തിനുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുത്തത്. ദേ ബാ ഹെലൻ പോയിട്ട് വാങ്ങിക്കുക, അങ്കിളോ ഈന്തപ്പഴം തരാമെന്ന് പറഞ്ഞു. ചെന്ന് വാങ്ങിച്ചോ. ഇവിടുന്ന് കുറേ ഈന്തപ്പഴമൊക്കെ കിട്ടിയിട്ട് നമുക്ക് പറ്റും. ഓ ആണോ, ഇതൊക്കെ കുറേ ഈന്തപ്പഴം കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഹെയറിന് കൊടുത്തു കേട്ടോ. ഹെയറിന് ഹെർമൊക്കെ കൊടുത്തു. ഇതാ കൊണ്ടുപോകണു ഈന്തപ്പഴം കൊണ്ടുവന്നുണ്ടോ. കണ്ടോ ഹൈഡാപ്പിക്ക് ആ വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അങ്ങനത്തെ ഹെലമോക്കും കിട്ടി കേട്ടോ. ഒരു കൊല ഈന്തപ്പഴം കണ്ടോ. 2 പേർക്ക് ഓരോ കൊല ഈന്തപ്പഴം കിട്ടി. ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകിയിട്ട് കഴിക്കാമെന്നാണ് കേട്ടോ പുള്ളി പറഞ്ഞത്. ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെയാണ് ഇവർ കയറ്റി വിടുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ കൊണ്ട് കഴിക്കാം അല്ലേ? ഓക്കെ ഹാപ്പി. ഓക്കെ, മുമ്പേ ഞാൻ നിങ്ങളെ കാണിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൻ്റെ കാര്യം. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞു. ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഈ നല്ല സുഖമാണ്. ഈ കുഞ്ഞൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്. അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇതേണ്ടേ ഇവിടെ ഇരുന്ന് നമുക്കിങ്ങനെ എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാൻ പറ്റും. കണ്ടോ ഊഞ്ഞാലാടാ. അവിടെ കഴുകാൻ പറ്റത്തില്ല. ഇങ്ങനെ നല്ല വെള്ളം തിരക്കാം. ഇത് കണ്ടോ ഹൈഡാപ്പിയാണെങ്കിൽ അതല്ലേ കയറിയിട്ട് താഴോട്ട് നിരങ്ങുന്ന ഒരു ടോയിൽ കയറി എൻ്റെ ഹേബിലോട്ടിന് ഇതേണ്ടിരുന്ന് കാറ്റ് കൊള്ളുന്നു. ബാ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഇത് നടപ്പുണ്ട് കേട്ടോ. നോക്കി ഹെലമോളെ തൊപ്പി എടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക്. അപ്പം ഞങ്ങൾ വിചാരിച്ച പോലെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഹൈഡാപ്പിക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടി. അപ്പം ഞങ്ങളിങ്ങനെ എന്താ പറയുന്നത്, ഞങ്ങൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഹൈഡാപ്പിയുടെ കുറേ ഫോട്ടോസൊക്കെ കിട്ടി. ഹെലമോടെയും കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. സോ ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത് ഈ റൂമിൻ്റെ കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എത്ര ദിറംസാണ് കാര്യങ്ങൾ. കാരണം 3 ബെഡ്റൂം ഉണ്ട് ഇവിടെ.
വിത്ത് സ്വിമ്മിംഗ് പൂളാണ് അവൈലബിൾ ആണ്. നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം. ഫുഡ് അവൈലബിളാണ്. നമ്മൾ ഫുഡ് കൊണ്ടുവരണം. അപ്പോൾ ഫുഡ് നമ്മൾ തന്നെ കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവരണം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു വിത്ത് അനദർ ഗുഡ് വീഡിയോ. ഇത് മസാഫയാണ് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. സ്ഥലം മസാഫയാണ്. അപ്പം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സീ യു, ബൈ.